പ്ലസ് ടു ബയോളജി. ഇത് ഞാൻ അഞ്ജലി ദേവദാസ്. അപ്പോൾ നമ്മളിപ്പോൾ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ് ഇത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ബർത്ത് കൺട്രോൾ മെത്തേഡ്സ് ആണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓടിവായോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. റെഡി അല്ലേ? ബർത്ത് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ചില കോൺട്രസെപ്റ്റീവ് ഡിവൈസസ് ഒക്കെ ഉപയോഗിച്ച് ഒരു കുട്ടി ജനിക്കുന്നത് തടയുന്ന ഒരു പ്രോസസ്സാണ് ബർത്ത് കൺട്രോൾ. അത് മെയിനായിട്ട് ആ ഒരു പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റിനെ ഒന്ന് ബാലൻസ് ചെയ്യിപ്പിക്കാൻ, അല്ലെങ്കിൽ അതിനൊന്ന് മെയിൻറ്റെയിൻ ചെയ്യിപ്പിക്കാനൊക്കെയാണ് അങ്ങനെ ബർത്ത് കൺട്രോൾ ചെയ്യുന്നത്. എപ്പോഴും ഒരു കോൺട്രസെപ്റ്റീവ്സ്, അതായത് കോൺട്രസെപ്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു പ്രഗ്നൻസി പ്രിവെൻറ്റ് ചെയ്യുന്ന ചില ഡിവൈസസുകളാണ് കോൺട്രസെപ്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോൺട്രസെപ്റ്റീവ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതെപ്പോഴും യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം, അതായത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കംഫർട്ടബിൾ ആയിരിക്കണം, ഈസി ആയിരിക്കണം, ഈസിലി അവൈലബിൾ ആയിരിക്കണം, അതുപോലെ തന്നെ എഫക്റ്റീവ് ആവണം. നമ്മളത് യൂസ് ചെയ്യുമ്പോൾ അത് അത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കണം. പിന്നെ എന്താണ്, അതിന് സൈഡ് എഫക്റ്റ് ഒക്കെ വളരെ ലീസ്റ്റ്, ഒന്നെങ്കിൽ ഒട്ടും സൈഡ് എഫക്റ്റ് ഇല്ലാത്തത്, അല്ലെങ്കിൽ ഇത്തിരിക്കോളം ലീസ്റ്റ് ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് ഉള്ളതായിരിക്കണം. പിന്നെ അത് മാത്രമല്ല, അത് യൂസ് ചെയ്യുന്ന ആളുടെ ആ ഒരു സെക്ഷൽ ഡിസയറിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഒന്നുമില്ലാതെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കണം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആ ഒരു കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് നോക്കാം. എന്തൊക്കെയാണ്? നാച്ചുറൽ അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ്സ് ഉണ്ട്, ബാരിയർ മെത്തേഡ്സ്, ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് അല്ലെങ്കിൽ ഓറൽ കോൺട്രസെപ്റ്റീവ്സ്, ഇൻജെക്റ്റബിൾ ആൻഡ് ഇംപ്ലാന്റ്സ് ആൻഡ് സർജിക്കൽ മെത്തേഡ്സ്. അപ്പോൾ ഒന്നാമത്തേത് നാച്ചുറൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ അത് എന്താണ്? ആ ഒരു ഓവും സ്പേമും മീറ്റ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള മാർഗങ്ങൾ. അപ്പോൾ ഒന്നാമത്തേന്ന് പറയുന്നത് പീരിയോഡിക് അബ്സ്റ്റിനൻസ്. അതായത് ഈ ഒരു മെൻസ്ട്രൽ സൈക്കിളിൻ്റെ 10 തുടങ്ങി 17 ദിവസങ്ങളിൽ ആ ഒരു മാരീഡ് കപ്പിൾസ് എന്ത് ചെയ്യും? സെക്ഷൽ കോണ്ടാക്ട് എന്ത് ചെയ്യും? അവോയ്ഡ് ചെയ്യും. ആ ഒരു ഇതാണ് പീരിയോഡിക് അബ്സ്റ്റിനൻസ് എന്ന് പറയുന്നത്. കാരണം ആ ഒരു പീരീഡ് 10 തുടങ്ങി 17 എന്ന് പറയുന്ന ആ ഒരു പീരീഡ് എന്താണ്? ഫെർട്ടൈൽ പീരീഡ് ആണ്. അല്ലെങ്കിൽ അതിനെ റിതം പീരീഡ്, സേഫ് പീരീഡ്, ഡേഞ്ചർ പീരീഡ്, റിസ്ക് പീരീഡ് എന്നൊക്കെ പറയും. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷൻ നടക്കാനായിട്ട് അത്രത്തോളം ചാൻസ് ഉള്ള ടൈമാണ്. അപ്പോൾ എന്ത് ചെയ്യുക? അങ്ങനെയുള്ള ആ ഒരു ഫെർട്ടിലിറ്റി പീരീഡിൻ്റെ ടൈമിൽ സെക്സ് ചെയ്യുന്നത് ഒഴിവാക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു കൺസെപ്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ മെത്തേഡാണ് കോയിറ്റസ് ഇൻട്രപ്റ്റസ് അല്ലെങ്കിൽ വിഡ്രോവൽ. അതായത് മെയിൽ പാർട്ട്ണർ എന്ത് ചെയ്യും? ആ ഒരു സെമൻ ഇജാക്കുലേറ്റ് ചെയ്യുന്ന ടൈമിന് മുന്നേ അവരെന്ത് ചെയ്യും? ആ ഒരു പെനിസ് വജനയിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് വിഡ്രോവൽ അല്ലെങ്കിൽ കോയിറ്റസ് ഇൻട്രപ്റ്റസ് എന്ന് പറയുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ സെമൻ റിലീസ് ചെയ്താൽ എന്താണ്? ആ ഒരു പ്രോസസ്സാണല്ലോ ഇൻസെമിനേഷൻ. അതായത് സ്പേം എന്ത് ചെയ്യും? ആ ഒരു വജന വഴി യൂട്രസ് വഴി ആ ഒരു ഫലോപ്പിയൻ ട്യൂബിലേക്ക് എത്തും. അപ്പോൾ എന്ത് ചെയ്യുക? ഈ മെയിൽ പാർട്ട്ണർ എന്ത് ചെയ്യും? ആ ഒരു ഇജാക്കുലേഷൻ നടക്കണേക്ക് മുന്നേ തന്നെ പെനിസ് വിഡ്രോ ചെയ്യും വജനയിൽ നിന്ന്. മൂന്നാമത്തെ മെത്തേഡാണ് ലാക്ടേഷണൽ അമ്നോറിയ. അതായത് ആ ഒരു ടൈമിൽ ഈ ഒരു ലാക്ടേഷൻ, ഇൻറ്റൻസ് ലാക്ടേഷൻ്റെ ടൈമിൽ എന്ന് പറയുമ്പോൾ മെൻസ്ട്രേഷൻ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ പ്രഗ്നൻ്റ് ആവാനുള്ള ചാൻസ് കുറവാണ്. ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ വേറെ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. പിന്നെ ഈ ഒരു സംഭവം എഫക്റ്റീവ് ആവാന്ന് പറഞ്ഞാൽ ആ ഒരു ബേബി ഡെലിവറി ചെയ്ത് കഴിഞ്ഞ് ഒരു 6 മാസത്തേക്ക്, മാക്സിമം 6 മാസത്തേക്ക് ഈ ഒരു മെത്തേഡ് എഫക്റ്റീവ് ആവുള്ളൂ. രണ്ടാമത്തെ മെത്തേഡാണ് ബാരിയർ മെത്തേഡ്. അപ്പം നമ്മൾ നാച്ചുറൽ മെത്തേഡ് പറഞ്ഞപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പീരിയോഡിക് അബ്സ്റ്റിനൻസ്, കോയിറ്റസ് ഇൻട്രപ്റ്റസ്, ലാക്ടേഷണൽ അമ്നേറിയ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അടുത്തതാണ് ബാരിയർ മെത്തേഡ്. അതായത് സ്പേമും ഓവും തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും? ചില ബാരിയേഴ്സ് ഉപയോഗിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള മെത്തേഡ്സ് മെയിൽസിനും ഫീമെയിൽസിനും അവൈലബിൾ ആണ്. അപ്പോൾ അതിലൊന്നാമത്തെയാണ് കോണ്ടംസ്. ഈ ഒരു കോണ്ടംസ് എന്ന് പറയുന്നത് റബ്ബർ പോലത്തൊരു സംഭവമാണ്. അതിങ്ങനെ മെയിൽസിലാണെങ്കിൽ പെനീസിനെ കവർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഫീമെയിൽസിനാണെങ്കിൽ വജൈന അല്ലെങ്കിൽ സെർവൈസിനെ കവർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു റബ്ബർ ലൈക്ക് മെറ്റീരിയലാണ് കോണ്ടംസ് എന്ന് പറയുന്നത്. ഇതെന്തിനാണെന്ന് പറഞ്ഞാൽ ഈ ഒരു സെമൻ ആ ഒരു ഫീമെയിൽ വജൈനയിലേക്ക് റിലീസ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യും. ഈ ഒരു കോണ്ടത്തിൻ്റെ പോപ്പുലർ ബ്രാൻഡ് എന്ന് പറയുന്നത് നിരോധ് എന്ന് പറയും. അത് ഇന്ത്യയിൽ വളരെ കൂടുതലാണ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് ഈസിലി അവൈലബിൾ ആണ്, കോസ്റ്റ് കുറവാണ്, വളരെ എഫക്റ്റീവ് ആണ്, സൈഡ് എഫക്റ്റ് ഒന്നുമില്ല.
അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ആ ഒരു വ്യക്തിക്ക് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് വരാനുള്ള ചാൻസ് കുറവാണ്, എയ്ഡ്സ് കുറവാണ്. ഇതുപോലെ തന്നെ വേറൊരു മെത്തേഡാണ് ഡയഫ്രംസും സെർവൈക്കൽ ക്യാപ്സും വോൾട്ടുകളൊക്കെ ഉപയോഗിക്കും. അതും എന്ന് പറയുന്നതും റബ്ബർ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. എന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു സെർവൈക്സിനെ കവർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ സ്പേംസ് ഈ ഒരു സെർവൈക്സിൽ കൂടെ പാസ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യും. പിന്നെ അതുകൂടാതെ ചില സ്പെർമിസൈഡൽ ക്രീംസുകൾ, ജെല്ലീസ്, ഫോംസുകളൊക്കെ ഉപയോഗിക്കാറുണ്ട് ഈ ഒരു ബാരിയേഴ്സിൻ്റെ ഒപ്പം തന്നെ. അതെന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു കോൺട്രസെപ്റ്റീവ് എഫിഷ്യൻസി ഒന്ന് കൂട്ടാൻ വേണ്ടി അങ്ങനെയുള്ള ജെല്ലീസും ക്രീംസും ഫോംസുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അടുത്തതാണ് IUD, അതായത് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇത് മെയിനായിട്ട് ഫീമെയിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു പ്രഗ്നൻസി ഡിലേ ചെയ്യാനായിട്ട് ഫീമെയിൽസ് ഉപയോഗിക്കുന്നതാണ്. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻട്രാ യൂട്രൈൻ, ആ പേരിൽ തന്നെയുണ്ട്. അതായത് യൂട്രസിൻ്റെ ഉള്ളിലേക്കാണ് ഈ ഒരു ഡിവൈസസ് ഇൻസേർട്ട് ചെയ്യും. അത് ഡോക്ടർമാരാണ് ചെയ്തു തരുന്നത്. അപ്പോൾ 3 ടൈപ്പിലുള്ള IUDസുകളുണ്ട്. നോൺ മെഡിക്കേറ്റഡ് IUD, കോപ്പർ റിലീസിങ് IUD, ഹോർമോൺ റിലീസിങ് IUDs. അപ്പോൾ നോൺ മെഡിക്കേറ്റഡ് IUDs അതായത് യൂട്രസിൽ വെച്ച് തന്നെ ആ ഒരു സ്പേമിനെ ഫാഗോസൈറ്റോസിസ് ചെയ്യിപ്പിക്കുന്നത് ഇൻക്രീസ് ചെയ്യിപ്പിക്കും ഈ ഒരു IUDs. ഈ ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ സ്പേമിനെ എന്ത് ചെയ്യും, ചില എൻസൈംസ് ഉപയോഗിച്ചിട്ട് ഡൈജസ്റ്റ് ചെയ്യാം. ആ ഒരു പ്രോസസ്സാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ലിപ്പീസ് ലൂപ്പ്. ഈ ഒരു ലിപ്പീസ് ലൂപ്പ് എന്ന് പറയുന്നത് ഒരു ഇനേർട്ട് പ്ലാസ്റ്റിക് ആണ്, ഡബിൾ S ഷേപ്ഡ് ആണ്. അത് ലോങ് പീരീഡ്സ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത രണ്ടാമത്താണ് കോപ്പർ റിലീസിങ് IUDs. അതായത് ഈ ഒരു സ്പേമിനെ ഫാഗോസൈറ്റോസിസ് ചെയ്യുന്നത് കൂടാതെ ഈ ഒരു ഡിവൈസിൽ നിന്ന് റിലീസ് ചെയ്യുന്ന കോപ്പർ എന്ത് ചെയ്യും, ആ ഒരു സ്പേമിൻ്റെ മോട്ടിലിറ്റി സപ്രസ് ചെയ്യിപ്പിക്കും. അതായത് മോട്ടിലിറ്റി എന്ന് വെച്ചാൽ മൂവ് ചെയ്യിക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ അതിന് എക്സാമ്പിളാണ് CUT, CU7, മൾട്ടിലോഡ് 375. അടുത്തത് ഹോർമോൺ റിലീസിങ് IUDs. ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒരു യൂട്രസിൽ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടത്താനായിട്ട് സമ്മതിക്കില്ല. ആ ഒരു യൂട്രസിനെ അൺസൂട്ടബിൾ ആക്കി വെക്കും. എക്സാമ്പിൾ പ്രൊജസ്റ്റസേർട്ട്, LNG-20. അടുത്തത് ഓറൽ കോൺട്രസെപ്റ്റീവ്സ്. ഓറൽ കോൺട്രസെപ്റ്റീവ്സ് എന്ന് വെച്ചാൽ ഓറൽ പിൽസുകൾ, നമ്മൾ ഓറലി കഴിക്കുന്നതാണിത്. വായിൽ കൂടെ കഴിക്കുന്ന ചില ഹോർമോണൽ ടാബ്ലറ്റുകളാണ് ഓറൽ പിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ ഈ ഒരു പ്രൊജസ്ട്രോൺ അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ ഈസ്ട്രജൻ്റെ കോമ്പിനേഷൻ്റെ ചെറിയ സ്മോൾ ഡോസ് ആയിരിക്കുള്ളൂ ഈ ഒരു പിൽസിൽ ഉണ്ടാവണത്. അത് നമ്മൾ വായിൽ കൂടെ കഴിക്കും ഫീമെയിൽസ്. അതിന് എക്സാമ്പിൾ മല D, മല N. ഫീമെയിൽസ് ഈ ഒരു പിൽസ് ഡെയിലി കഴിക്കും. ഏകദേശം ഒരു 21 ദിവസം ഇങ്ങനെ കഴിക്കാറുണ്ട്. ഈ ഒരു ഹോർമോണൽ പിൽസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓവുലേഷൻ ഇൻഹിബിറ്റ് ചെയ്യും. അതുപോലെ തന്നെ ആ ഒരു യൂട്രസിൻ്റെ എൻഡോമെട്രിയത്തിൽ കുറേ ചേഞ്ചസ് സംഭവിപ്പിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഇംപ്ലാന്റേഷൻ നടക്കില്ല. പിന്നെ ആ ഒരു സെർവൈക്കൽ മ്യൂക്കസിൻ്റെ ക്വാളിറ്റി ചേഞ്ച് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ സഹേലി എന്ന് പറയും, അതും ഒരു ഓറൽ കോൺട്രസെപ്റ്റീവാണ് ഫീമെയിൽസിനുള്ള. ഇതിങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കുന്ന സംഭവം ഉണ്ടോ സഹേലി. വളരെ കുറച്ച് സൈഡ് എഫക്ട്സേ ഉള്ളൂ. പിന്നെ ഹൈ കോൺട്രസെപ്റ്റീവ് വാല്യൂവും കാണിക്കും. അപ്പോൾ നമ്മൾ ഏതൊക്കെ മെത്തേഡ് പറഞ്ഞു, നാച്ചുറൽ മെത്തേഡ്സ് പറഞ്ഞു. നാച്ചുറൽ മെത്തേഡ്സിൽ ഏതൊക്കെ പറഞ്ഞു, പീരിയോഡിക് അബ്സ്റ്റിനൻസ്, കോയിറ്റസ് ഇൻട്രപ്റ്റസ്, ലാക്ടേഷണൽ അമ്നോറിയ. പിന്നെ രണ്ടാമത് നമ്മൾ ബാരിയർ മെത്തേഡ്സ്, അതിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, കോണ്ടംസും ഡയഫ്രംസ്, പിന്നെ കുറേ സ്പെർമിസൈഡൽ ക്രീംസും ജെല്ലീസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ IUDസാണ് പറഞ്ഞത്. അത് ഏതൊക്കെയുണ്ട്, നോൺ മെഡിക്കേറ്റഡ് IUDസും കോപ്പർ റിലീസിങ് IUDസും ഹോർമോൺ റിലീസിങ് IUDസും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓറൽ കോൺട്രസെപ്റ്റീവ്സ് പറഞ്ഞു. ഇനി അടുത്തതാണ് ഇഞ്ചക്ഷൻസ് ആൻഡ് ഇംപ്ലാന്റ്സ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ പ്രൊജസ്ട്രജൻ ഈസ്ട്രജൻ കോമ്പിനേഷനൊക്കെ നമുക്ക് പിൽസ് അല്ലാതെ ഇഞ്ചക്ഷൻ ആയിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ സ്കിന്നിൻ്റെ താഴ്ത്ത് വയ്ക്കുന്ന ഇംപ്ലാന്റ്സുകളൊക്കെ ആയിട്ട് ഉപയോഗിക്കുക. ഈ മരുന്ന് കഴിക്കുന്ന അതിൻ്റെ അതേ ആക്ഷൻ തന്നെയായിരിക്കുള്ളൂ, അതേ ആക്ഷനോട് സിമിലർ തന്നെയായിരിക്കുള്ളൂ ഇങ്ങനെ ഇഞ്ചക്ഷൻസ് വെക്കുന്നതും. അടുത്തത് സർജിക്കൽ മെത്തേഡ്സ്, അതിനെ സ്റ്റെറിലൈസേഷൻ എന്ന് പറയും. അതായത് ഇതെന്ന് പറയുന്നത് പെർമനൻറ്റ് മെത്തേഡ്സ് ആണ്. ഇതെന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഗാമേറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ബ്ലോക്ക് ചെയ്യും. അങ്ങനെ പ്രഗ്നൻ്റ് ആവില്ല. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് സർജിക്കൽ മെത്തേഡ്സുകളാണ് വാസക്ടോമിയും ട്യൂബക്ടോമിയും. മെയിൽസിലുള്ള സർജിക്കൽ മെത്തേഡാണ് വാസക്ടോമി എന്ന് പറയുന്നത്. ഫീമെയിൽസിലുള്ളതാണ് ട്യൂബക്ടമി.
ഈ ഒരു വസക്ടമി എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു സ്ക്രോട്ടത്തിൽ ഒരു ചെറിയ മുറിവ് പോലെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും, ആ വാസ് ഡിഫറൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പറഞ്ഞപ്പോൾ, ആ ഒരു വാസ് ഡിഫറൻസ് എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും, അല്ലെങ്കിൽ അതൊന്ന് ടൈഡ് ചെയ്യും, കെട്ടിവെക്കും. അപ്പോൾ സ്പേം പാസ് ചെയ്യുന്നത് ബ്ലോക്ക് ചെയ്യും. ട്യൂബക്ടമി എന്ന് പറയുമ്പോൾ ഫലോപ്പിയൻ ട്യൂബിലാണ് എന്ത് ചെയ്യുന്നത്, ഫലോപ്പിയൻ ട്യൂബിൻ്റെ ഒരു ചെറിയ പാർട്ടാണ് റിമൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടൈഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഓവർ പാസ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ വസക്ടമിയിൽ ഏതാണ് വാസ് ഡിഫറൻസും, ട്യൂബക്ടമിയിൽ ഫലോപ്പിയൻ ട്യൂബുമാണ്. കട്ട് ചെയ്യുന്നതും റിമൂവ് ചെയ്യുന്നതും അല്ലെങ്കിൽ ടൈഡ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ബർത്ത് കൺട്രോളിൻ്റെ കുറേ സൈഡ് എഫക്ട്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇമ്പോർട്ടൻറ്റ് ഇൽ എഫക്റ്റുകളാണ് നൗസിയ, ഓക്കാനം വരും, പിന്നെ അബ്ഡോമിനൽ പെയിൻ, വയറുവേദന ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ എന്താണ് ഇറഗുലർ മെൻസ്ട്രൽ ബ്ലീഡിങ്ങും ബ്രസ്റ്റ് ക്യാൻസർ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് ബർത്ത് കൺട്രോൾ എന്ന് പറഞ്ഞു, പിന്നെ കുറേ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിരുന്നു, പിന്നെ ബർത്ത് കൺട്രോളിൻ്റെ സൈഡ് എഫക്ട്സ് എന്താണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ഞെക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.